ഇവിടെ മുതൽ കണ്ടോ, ഇതാ ഹൈലൈറ്റ്. സുധിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞപ്പോ ഇപ്പോ കുറെ അധികം ആൾക്കാർക്ക് അറിയാം, കുപ്രസിദ്ധിയായിട്ട് തന്നെ അറിയാം. സുധിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ താങ്കൾ ഇങ്ങനൊരു വേഷങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനൊരു രീതിയിലോ ഒക്കെ അഭിനയിക്കുമായിരുന്നു? അവസരം വന്നാൽ അഭിനയിക്കും. കേൾക്കാൻ നല്ല രസമുണ്ട്. എന്തുകൊണ്ടാണ് ഇതിനു മുൻപ് അങ്ങനെ അഭിനയിക്കാതിരുന്നത്? വന്നിട്ടില്ല അവസരം. അപ്പൊ ഇപ്പൊ പുതിയ അവസരങ്ങൾ താങ്കൾ സൃഷ്ടിക്കുന്നതാണോ അതോ വരുന്നതാണ്? ഈ കൈ കൊണ്ട് ഇങ്ങനെ തള്ളി തള്ളി അതാണ് ഈ മാൻപവർ ബ്ലോക്ക് ആക്കി. കള്ളമല്ലേ? ഇല്ലില്ല, ഒരിക്കലും അല്ല, സത്യം. ഞാൻ അങ്ങോട്ട് കയറി ആരോടും ചോദിച്ചിട്ടില്ല എന്നെ അഭിനയിപ്പിക്കാവോ, എന്നെ ഫോട്ടോഷൂട്ട് ചെയ്യിപ്പിക്കാവോ, ഒന്നും ചോദിച്ചിട്ടില്ല. നുണ പറയാം, സ്വന്തം മനസാക്ഷിയോടാകരുത്. താങ്കൾ പോകുന്നിടത്തൊക്കെ ക്യാമറാമാൻമാരുണ്ട്. അതായത് ഈ വീഡിയോ നടക്കുമ്പോൾ ക്യാമറ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. പക്ഷെ ഇതെല്ലാം എങ്ങനെയാണ് ഈ താങ്കൾ പോകുന്നത്? അതായത് ഒരു അമ്പലത്തിൽ പോയാലും അല്ലെങ്കിൽ എവിടെ പോയാലും ചുറ്റിനും ഈ ഓൺലൈൻ മീഡിയകളുണ്ട്. താങ്കൾ പറഞ്ഞിട്ട് അവർ വരുന്നതാണോ? അല്ല. ഇത്രക്ക് പോപ്പുലറായ എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലടാ ജാടത്തേണ്ടി. ഞാൻ പ്രേമം അഭിനയിച്ചാലും കാമമാകും, സങ്കടം അഭിനയിച്ചാലും അത് കാമമാകും, എന്നാ കാണിച്ചാലും അത് കാമമാകും എന്നാണ് ഞാൻ കേട്ടുള്ളത്. കാരണം എനിക്കങ്ങനെ കമന്റ് കണ്ടിട്ടുണ്ട് ഞാൻ. അത് കയ്യിലിരിപ്പിന്റെയാ? അതെ, കയ്യിലിരിപ്പിന്റെ. ഇപ്പൊ അലൻ ജോസ് ആരാട്ടനെയൊക്കെ അറിയാവോ? അലൻ ജോസ് ചേട്ടന്റെ കൂടെ ഒരു ഇത് ചെയ്യുന്നുണ്ട്, അടുത്ത ആഴ്ച അതിന്റെ ഷൂട്ടുണ്ട്. അത് ഡയറക്ടറാണ് വിളിച്ചത്. ഒരു വെബ് സീരീസ് ഉണ്ട്, അപ്പൊ അദ്ദേഹവും ഞാനും ഉണ്ടെന്ന് അറിഞ്ഞിരുന്നു. അതിലും നല്ലത് വല്ല പാണ്ടിലോറിക്കും തലവെക്കുന്നതാ. ഞാനൊരു സത്യം പറയട്ടെ. ഓക്കെ, സുധിച്ചേട്ടന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ ഓക്കെ, പാവം, അവരെ എങ്ങനെയെങ്കിലും സഹായിക്കണം, അല്ലെങ്കിൽ അവരെങ്ങനെ ജീവിച്ചു പോട്ടെ. പക്ഷെ താങ്കൾ എല്ലാ ചിന്തകളെയും എല്ലാ പ്രതീക്ഷകളെയും അറുത്തു മുറിച്ചു മാറ്റിക്കൊണ്ട് വേറൊരു തലത്തിലേക്ക് പോയി കളഞ്ഞു. അത് ശരിയാ. വേറെ ലോ ലെവലിലേക്ക് പോയോ എന്ന് ചോദിച്ചാലും സത്യമാവോ? ലോ ലെവലിലേക്കൊന്നും ഞാൻ പോയെന്ന് ചോദിച്ചാൽ ഞാനത് സത്യം എന്ന് പറയത്തില്ല. കാരണം എനിക്ക് എന്റെ ഇഷ്ടത്തിന് അഭിനയിച്ച് ഞാൻ ജീവിക്കുന്നു. നിന്റെ 50 പൈസയുടെ ആക്ടിങ് ഞാൻ നിനക്ക് സമ്മാനമായിട്ട് തരുന്ന ഓസ്കാർ അവാർഡ്. ഞാൻ ആരുടെ തലയിൽ ചെന്ന് കേറിയിരുന്നല്ല അഭിനയിക്കുന്നത്. ചുക്കും ചുണ്ടാമ്പില്ലാത്ത പെണ്ണാണ്, ചേട്ടന്റെ അഹങ്കാരം കണ്ടില്ലേ? എന്നാലും സുധിച്ചേട്ടന്റെ ഭാര്യ എന്നൊരു ധാർമ്മിക ഉത്തരവാദിത്ത സമൂഹത്തിൽ ധാർമ്മിക ഉത്തരവാദിത്തം എന്താ, വീട്ടിൽ ഇരിക്കണോ സുധിച്ചേട്ടന്റെ ഭാര്യ? എന്നാലും ഒരു മാന്യമായ രീതിയിൽ താങ്കൾക്ക് എന്ത്, എനിക്ക് മാന്യത കുറവൊന്നും തോന്നിയിട്ടില്ല. ഇത് തന്നെയാ കുഴപ്പം. ഒരു പ്രാവശ്യം ഈ പരിപാടിക്ക് ഇറങ്ങി തിരിച്ചിട്ട് നശിച്ച് നാണം കെട്ട് നാറി വീട്ടുകാരുടെയും നാട്ടുകാരുടെയും മുഖത്ത് നോക്കാൻ പറ്റാണ്ടായിട്ടും വീണ്ടും ഈ പരിപാടിക്ക് ഇറങ്ങി തിരിച്ചല്ലോ. അതിനൊരു ധൈര്യം വേണം. ജനങ്ങൾ കാണുവോ കാണാതിരിക്കുക, അത് അവരുടെ ഇഷ്ടം. കുറച്ച് പ്രശസ്തയായപ്പോ ഇച്ചിരി തലക്കനം കൂടിയിട്ടില്ല? ഒരിക്കലും ഇല്ല, എനിക്ക് ഒരു തലക്കനവും ഇല്ല. ഇവന്റെ ബലഹീനത മനസ്സിലാക്കില്ലല്ലോ. ഒരു ഇപ്പം പൃഥ്വിരാജിന്റെ ഒക്കെ നായികയായി മാറുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നു? ഒരു പ്രതീക്ഷയില്ല. കിട്ടും. ആറാട്ടന്റെ നായികയാവുമായിരിക്കും അല്ലേ? അറിയത്തില്ല, അത് വിളിച്ചാൽ ചിലപ്പോ ആകുമായിരിക്കും. ഇങ്ങനെ ഒരു താങ്കളുടെ ഒരു പ്രൊഫഷനിലേക്ക് കേറിയപ്പോ ബന്ധുക്കളൊക്കെ എന്ത് പറയുന്നു? ഒന്നും പറയുന്നില്ല, അവര് ഭയങ്കര സപ്പോർട്ട്. അല്ല, ഒന്നും കുറ്റം പറയുന്നില്ല, അവര് ഫുൾ സപ്പോർട്ടായി. എന്റെ പൊന്നോ, എന്തൊരു തള്ളാണോ, തള്ളി തള്ളി മുല്ലപ്പെരിയാർ വരെ പൊട്ടിപ്പോ. എല്ലാ ബന്ധുക്കളും ഭയങ്കര സപ്പോർട്ട്, കസിൻസ് എല്ലാം. ശരി, ഭയങ്കര. ഇതൊക്കെ ഒരു നുണയല്ലേ രേണു? ഒരിക്കലും അല്ല. വിശ്വസിച്ച് വിളിച്ചു വരുത്തിട്ട് അപമാനിക്കുവാ. ഞാനൊന്നും ആരെ അപമാനിച്ചിട്ടൊന്നുമില്ല, പക്ഷെ എനിക്ക് ബുദ്ധിമുട്ടാണ്. അയ്യോ മാഡം അടിച്ച് പിരിഞ്ച് മോശം. പോയിക്കോളൂ നിങ്ങളെന്ന്. എനിക്ക് സമയമുണ്ട്, എനിക്ക് സമയം പോയി. എനിക്ക് സമയമില്ല വെയിറ്റ് ചെയ്യാൻ. ഓക്കെ, വിട്ടോ. എന്തൊരു ദാരിദ്ര്യമാണ്.